ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം ആംബിൻ്റെ ഒരു 5.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ എക്സ്ട്രീം ആംബിൻ്റെ തന്നെ 5.2 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 5 ചാനലിന് വേണ്ടി ഡോട്ടിൻ്റെ റിലേ ആണ്. 12 വോൾട്ട് റിലേ അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് സബിന് വേണ്ടി 3 റിലേ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 30 ആംപിയർ റിലേ ആണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12.0.12 AC സപ്ലൈ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ DC വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിൽ 0.12 ഒരു സൈഡിൽ കൊടുത്താൽ മതി. DC ആണെങ്കിൽ 0.12 ഒരു സൈഡിൽ കൊടുത്താൽ മതിയാവും ഇത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ AC ആണെന്നുണ്ടെങ്കിൽ 12 ഈ സൈഡിൽ, 0 ഈ സൈഡിൽ, 12 ഈ സൈഡിൽ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. 0.12 നിങ്ങൾക്കൊരു 15 വോൾട്ട്, DC ഒക്കെ ആണെങ്കിൽ ഒരു 15 വോൾട്ട് വേണമെങ്കിലും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് കണക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഈ സൈഡാണ് കൊടുക്കാനുള്ളത്. അതായത് നമ്മുടെ ആംബിൻ്റെ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് നമ്മളിവിടെ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗ്രൗണ്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. അത് കോമൺ ആയിട്ട് കറങ്ങി ഇവിടെ വരും എന്നുള്ളതാണ്. അതിൻ്റെ പുറകെ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനേ പറ്റും. കണ്ടില്ലേ, ഇവിടെ നിന്നൊരു ലൈന് നേരെ വന്ന് പവർ സപ്ലൈയിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ ആയിട്ട് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പവർ ആമ്പിൽ നിന്ന് വരുന്ന ആ ഗ്രൗണ്ട് ഇവിടെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നത്, എന്നാൽ മാത്രമായിരിക്കും ഇതിൽ കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ വർക്ക് ആവുക, അല്ലെങ്കിൽ ഒരു ഡിലേ പോലെ മാത്രമായിരിക്കും വർക്ക് ആവുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇൻപുട്ട് ഒന്ന് നോക്കാം. ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. ലെഫ്റ്റ് ഇന്ന്, റൈറ്റ് ഇന്ന്, സെൻറ്റർ ഇന്ന്, SLN, SR ഇന്ന്. പിന്നെ വരുന്നത് സബ്വൂഫറിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. സബ്വൂഫർ, SR, SL, സെൻറ്റർ, റൈറ്റ്, ലെഫ്റ്റ്, ഇങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 2 ഫാൻ കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് വേണമെങ്കിൽ സബ്വൂഫറിന്, ഒന്ന് 5 ചാനലിൻ്റെ ബോർഡിന് നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. 5.2 സ്പീക്കർ പ്രൊട്ടക്ഷനിൽ അവർ ഒരു ഫാനിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് 2 ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാൻ വെച്ച് അത്രയും തണുപ്പിക്കേണ്ടത് വരും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ 2 ഫാൻ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചാൽ 2 ഫാനിന് അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ലൂപ്പ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ലൂപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു മൈക്രോ ചിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഒരു ചിപ്പ് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻസർ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു സെൻസർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലോട്ട് എടുത്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സെൻസറിന് വേണ്ടി ഒരു ഓപ്ഷനാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെൻസർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഫാന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. സെൻസർ കണക്ട് ചെയ്ത് ഹീറ്റ് സിങ്കായിട്ട് അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് സിങ്ക് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ഫാന് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് വരുന്നത്. വീണ്ടും അത് ഓവറായിട്ട് ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫാനിന് തണുപ്പിക്കാൻ പറ്റാത്തൊരു വലിയൊരു ഹീറ്റ് സിങ്ക് ആ ഒരു രീതിയിൽ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പ്രൊട്ടക്ഷൻ അടിക്കാനും കൂടെ അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചിപ്പ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൊരു ചിപ്പ് യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. മറ്റുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള PCB ആണ്. PCB കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒരു PCBയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ്, കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ. നല്ലൊരു സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ എടുത്തത്. ഇനി ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനോടെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ കോമ്പാക്റ്റ് ആണ്, വളരെ ചെറുതാണെന്ന് കണ്ടില്ല. ഇത്രയും വളരെ സ്പേസ് കുറച്ച് മാത്രമേ ഇത് എടുക്കത്തുള്ളൂ എന്നുള്ളത് നല്ലൊരു കാര്യം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ. ലെങ്തി ആക്കുന്നില്ല. കാര്യം ഇതിന് മുമ്പേ ഒരു വീഡിയോ 5.2 ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇത് ഏകദേശം സെയിം ആണ്. റിലേ കേസിൽ മാത്രമേ ചെറിയ വ്യത്യാസമായിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെ നമ്മളെ വീഡിയോ. വീണ്ടും നാളെ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങണം, ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.